നമുക്കൊരു വെണ്ടയ്ക്കാപ്പൊരിയൽ ഉണ്ടാക്കി നോക്കിയാലോ. വെണ്ടയ്ക്ക എടുത്ത് നടുവേ കട്ട് ചെയ്തിട്ട് നീളത്തിലും കൂടെ കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. 1/2 കപ്പ് കടൽമാവ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചാട്ട് മസാല, ഗരം മസാലയും ചേർക്കുന്നുണ്ട്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പുളിപ്പിനായി അരമുറി നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കൂടെ ഈ സമയം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുക്കാം. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. മാവൊക്കെ ഒന്ന് കോട്ടിംഗ് ആയിട്ട് വെണ്ടയ്ക്കയിൽ പിടിക്കണം. ചെറിയൊരു നനവോടുകൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ചൂടാകാൻ വെച്ചിരുന്ന എണ്ണയിലേക്ക് നമുക്ക് കുറേശ്ശെ ഇത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വച്ചേക്കണം. വെണ്ടയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു പൊരിയലാണിത്. വളരെ ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഈ പൊരിയൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനും പറ്റുമേ. ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.